ആശാനെ നേരം ആവാറായി. കൃത്യസമയത്ത് അധികാരി ഇങ്ങ് വരും. ആളും കൂടി. ശംഖു നമ്മളെ ചതിക്കോ? ഇപ്പൊ ഇവനല്ല, നിനക്കാ കരുതാൻ. ഇല്ല, ഞാൻ പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. ശംഖുവിന്റെ അത്ഭുത അഭ്യാസങ്ങള് ആന ചേനാന്നൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് സമയത്തിനവൻ എത്തിയില്ലെങ്കിൽ നാട്ടുകാർ നമ്മളെ വിടൂല. അതുകൊണ്ടാ. എടാ, നീ ഇന്നലെ വന്നവനെ 8-9 വയസ്സ് മുതല് ഈ ഗോവിന്ദനാശാന്റെ കൂടെ ശംഖുണ്ട്. അവനെ വിറ്റാ നമ്മളെല്ലാം കഞ്ഞി കുടിച്ച് പോണത്. അല്ലാതെ നീ ഈ സൈക്കിളിൽ വട്ടം കറങ്ങിയിട്ടല്ല. തല പണയം വെച്ചായാലും അവനോട് എത്തും. അവൻ ഗുരുത്തുള്ളവൻ. കൊറേ നേരമായാലും ഇതുവല്ല നടക്കുവോ? ഇപ്പൊ തുടങ്ങും. തുടങ്ങാൻ താമസിക്കുമെങ്കിൽ റിക്കാർഡിട്ട് ആ പെണ്ണിനോട്ട് 2 ആട്ടം അടിപ്പിക്കും. അതെ, സമയമാകുമ്പോ ആടും പാടും കേട്ടാ. നിങ്ങളാണോ പ്രൊഫസർ പരമൻ? കേട്ടിട്ടുണ്ടല്ലേ? ഏത് കോളേജിലെ? കോളേജിലൊന്നല്ല, ഞാനിങ്ങനെ സൈക്കിൾ സമയത്തൊക്കെ തുടങ്ങിയില്ലെങ്കിൽ കളിയാക്കിയൊന്നുമല്ല. കണ്ണും കാതും കേൾപ്പിക്കില്ല തോന്നണേ. ഇങ്ങനെയുണ്ട് ഒരു ബഹളം. വിളിക്കാൻ തേച്ച് പാണ്ടായല്ലോ എന്റെ ഭഗവാനെ. വിളിച്ചു. നിന്നല്ല ഭഗവാനെ. പിന്നെ ഈ നായരെ വിളിക്കുന്നു പറഞ്ഞ് ആശിച്ച് കാത്തിരിക്കുകയല്ലേ ഭഗവാൻ വിളിയേക്കാൻ. ഓ, തമാശയായിരിക്കും. പണ്ട് ബന്ധാലോചിച്ച് നിന്റെ തറവാട്ടിലേക്ക് വരുന്ന വഴിക്ക് നാട്ടുകാരൊക്കെ പറഞ്ഞു വിലാസിനിയല്ലേ വലിയ തമാശക്കാരിയാണെന്ന്. എന്നിട്ടിപ്പോ എന്തുണ്ടായി മൂപ്പർക്ക്? ഉണ്ടായി, എമ്പാടുണ്ടായി. ഈ തമാശക്കാരുടെ കഴുത്ത് താലി കെട്ടി അന്ന് മുതൽക്ക് തുടങ്ങിയതല്ലേ ഐശ്വര്യങ്ങൾ ജാഥയാതയായിട്ട് വരാൻ. നാട് തണ്ടി നടക്കുന്ന സർക്കസുകാരുടെ എന്ന് വല്ലതും കാരണം കിട്ടിയാ ഇപ്പൊ അതും വലുത് എന്ന് വിചാരിക്കേണ്ട വരെ എത്തി. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. പാങ്ങോട്ട് അമ്പലത്തിൽ ഉത്സവത്തിന് 5 ആന ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാലേ വടക്കേക്കൻ ഉത്സവത്തിന് 10 ആന ഞാൻ ഏറ്റെന്നും പറഞ്ഞ് ചാടി പുറപ്പെട്ടെ തറവാട് സ്വത്ത് വിറ്റ് നശിപ്പിച്ചെങ്കിലേ അത് എന്റെ ഐശ്വര്യക്കുറവൊന്നും അല്ല. സദ്യക്കും സർവാണിക്കും തറവാട്ടിലെ ഉരുളിയും വാർപ്പും വിറ്റ് നശിപ്പിച്ചെങ്കിലേ അത് നിങ്ങളുടെ വിവരക്കേട്. തലച്ചോറില്ലാത്ത ഒരു നായരുടെ കൂടെ ഇറങ്ങി പോരേണ്ടി വന്നല്ല ദൈവമേ എനിക്ക്.